ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കർ ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ. ഞാനിതിൽ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. നല്ല ഫൈബർ റിച്ച് ആണ്, അതുപോലെ പ്രോട്ടീൻ റിച്ചും ആണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഓരോന്നോ വീതമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ഒനിയൻ, പിന്നെ ആ ഒനിയൻ്റെ തന്നെ കട്ട് ചെയ്തപ്പോൾ 2-3 കഷ്ണവും 2-3 പച്ചമുളകും 2-3 വെളുത്തുള്ളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസാണ് എടുത്തത്, കുതിർത്തി എടുത്ത് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ സോയ നല്ലോണം വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം പിഴിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ കുറച്ച് പനീറും എടുത്തു വെച്ചിട്ടുണ്ട്. പനീർ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. പനീറും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ കുറച്ച് നമ്മുടെ പട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. ഇനി ഇടുന്നത് നമ്മുടെ ഒരു ജീരകം എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാ കടകളിലും കിട്ടുന്നതാണ് ഇപ്പോൾ. അത് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്കും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിനും ഒക്കെ ഇട്ടാൽ എല്ലാ കടകളിലും അത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ മോനൊക്കെ പറഞ്ഞു നല്ലൊരു മാഗി മസാലയുടെ ടേസ്റ്റാണ് അമ്മേ ഇതിനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഗ്രാമ്പൂവിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇറങ്ങും. ഇനി ഞാൻ എല്ലാ വെജിറ്റബിൾസും അതോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ടാൽ മതിയാകും. അതുപോലെ തന്നെ സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗ്രീൻ പീസ് നിങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിവിടെ തലേദിവസം കുതിർത്തി വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുന്തിരിയാണ്, ഉണക്കമുന്തിരി. നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല. പിന്നെ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിനോടൊപ്പം തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ വാഴപ്പിണ്ടിയാണ് കേട്ടോ. നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണം ഇതിൽ അനുയോജ്യമായിട്ടുള്ളത് ഇടാവുന്നതാണ്. അതുപോലെ കൈമ റൈസാണ്, നല്ലവണ്ണം കഴുകി കുതിർത്തി വെച്ചതാണ്. 15 മിനിറ്റ് കുതിർത്തി വെച്ച കൈമ റൈസും കൂടെ ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ എത്ര ഗ്ലാസ്സാണോ അരി എടുത്തത്, അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് ആണെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ എടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങളിത് എടുക്കുമ്പോൾ നോക്കിയാൽ മതി, അത് കറക്റ്റായിട്ട് ആ വെജിറ്റബിൾസും അരിയും കൂടെ ഉള്ളതിൻ്റെ മീതെ വരെ വരും 2.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുത്താലും മതി. അരിയുടെ അളവ് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാകും. അരി ഒന്ന് കുതിർത്തി എടുക്കണം ഒരു 15 മിനിറ്റ്. ഞാൻ ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ ഒന്ന് പേസ്റ്റാക്കി അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം. നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിലിട്ട് തന്നെ വേവിക്കാം. ഇനി ഞാൻ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പനീർ നമ്മൾ സാധാരണ കുക്കറിനകത്തിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിന് അങ്ങനെ വലിയ വേവൊന്നും ഉള്ളതല്ലല്ലോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ബട്ടർ വേണ്ട എങ്കിൽ സാധാരണ ഓയിൽ ഏതെങ്കിലും എടുത്താലും മതിയാകും. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഇതിലൊന്ന് പിടിക്കണമല്ലോ പനീറിൽ. അപ്പോൾ നമ്മൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഉള്ളിയുടെ കഷ്ണവും അതുപോലെ തന്നെ കുറച്ച് വാഴപ്പിണ്ടിയുടെ കഷ്ണമാണ് കേട്ടോ. വാഴപ്പിണ്ടി സാലഡ് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയപ്പോൾ മോനൊന്നും എന്താണെന്ന് പോലും അറിയാണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തൈര് ഒഴിച്ച് സാലഡായി. ഇനി ഈ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. കുക്കർ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അതുപോലെ തന്നെ വെന്തിട്ടുമുണ്ട്. ഇനി ആ പനീറും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നാരങ്ങയാണ് പിഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ ഒഴിക്കുന്നത്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിയുമ്പോൾ സെർവ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇളക്കിയാൽ മാത്രം മതി. നാരങ്ങ ഇട്ടിട്ട് ഇളക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.